ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ കള്ളന്റെ മുന്നിൽ പെടുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാറി നിൽക്കണം. അയ്യോ, ആ കള്ളൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നത്. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എല്ലാവരും വേഗം മാറി നിൽക്ക്. ഒരു പിങ്കി, ആ കള്ളൻ എവിടെയാണെന്ന് കാണുന്നില്ലല്ലോ. എങ്കി നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ആ കള്ളൻ താഴെ ഇറങ്ങിയിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങിയോ? താഴോട്ട് ഇറങ്ങിയിട്ട് കാണുന്നില്ലല്ലോ. നിങ്ങളൊന്ന് മുണ്ടാടി നിൽക്ക്. അയ്യോ, അതാരാ? ഏത്? ഞാൻ കാണുന്നില്ലല്ലോ. നേരോട്ട് ഭയം കൊണ്ട് നോക്കിയാൽ കാണില്ല. നിങ്ങൾ അങ്ങോട്ട് നോക്ക്. എന്റെ അമ്മോ. എടി പിങ്കി, അതെന്താ പുതപ്പ് തനിയെ നടന്നു പോകുന്നത്? പുതപ്പ് തനിയെ നടന്നു പോകുന്നതൊന്നുമല്ല അത്. പിന്നെന്തെന്നാ? അത് കള്ളൻ പുതപ്പ് മൂടി നടക്കുന്നതാണ്. ആണോ? എന്നാൽ നമുക്കും വരുമ്പോൾ ഓരോ പുതപ്പും എടുത്തു വരാമായിരുന്നു. അതെന്തിനാ? കള്ളനെ പോലെ നമുക്കും പെട്ടെന്ന് ഉറക്കം വന്നാൽ വേഗം കിടന്നുറങ്ങാലോ. കള്ളൻ ഉറക്കം വരുമ്പോൾ പുതച്ചു മൂടി ഉറങ്ങാനല്ല ആ പുതപ്പും കൊണ്ട് നടക്കുന്നത്. അല്ലേ, പിന്നെ എന്തിനാ? അത് മറ്റാരും കള്ളനെ കാണാതിരിക്കുവാനാ. ഓ, അതിനായിരുന്നോ? അതിന് തന്നെ. അതിനാണ് അയാൾ ഇങ്ങനെ ഒളിച്ചു നടക്കുന്നത്. ഏത് തന്നെ നോക്ക്. നമുക്കിപ്പോൾ അയാൾ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ? അത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ. അയാൾ പുതപ്പ് മൂടി നിൽക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് അയാൾ മനസ്സിലാകാത്തത്? അത് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. സംസാരിക്കേ. ഇങ്ങനെ വെറുതെ ഓരോ പറഞ്ഞിട്ടെന്താ? നമ്മൾ എന്താ ചെയ്യുക? അത് പറഞ്ഞേ. ആ കള്ളൻ ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് സുകുമാരൻ ചേട്ടനെ ഒന്നും ചെയ്യുവാൻ പറ്റില്ല. അത് നീ പറഞ്ഞത് കാര്യ. അതുകൊണ്ട് നമുക്ക് ആദ്യം ആ കള്ളൻ ഇവിടെ നിന്നും പറഞ്ഞേക്കണം. അതെങ്ങനെ? ആ കള്ളനെ നമുക്ക് അങ്ങോട്ട് ആക്രമിക്കാം. നീ എന്താടി പറയുന്നത്? നമുക്ക് വടിയെടുത്തിട്ട് അയാളെ അടിച്ചിടാം. നീ ഇതെന്തൊരു മണ്ടത്തര പറയുന്നത്? അയാൾ തിരിച്ച് നമ്മളെ ആക്രമിക്കില്ലേ? ഇല്ലടി, അയാൾ വിചാരിക്കും നമ്മൾ ഈ വീട്ടിലെ ആളാണെന്ന്. പോരാത്തതിന് നമ്മൾ 4 പേരില്ലേ? അയാൾ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. അത് നീ പറഞ്ഞത് കാര്യമാ. അതല്ലടി ചക്കി, അതെങ്ങനെ നമ്മളിപ്പോൾ അയാളെ അടിക്കുക? അങ്ങോട്ട് പോയി അടിക്കുവാൻ എനിക്ക് പേടിയാ. അങ്ങോട്ട് പോയൊന്നും അടിക്കണ്ട. അയാൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും. അയാൾ വീട് ചുറ്റും നടക്കുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. നമുക്കിവിടെ ഒളിച്ചു നിൽക്കാം. എന്നിട്ട് അയാൾ വരുമ്പോൾ അയാളുടെ തലക്കിട്ട് വടി കൊണ്ട് അടിക്കാം. എന്നാൽ അങ്ങനെ ചെയ്യാം. അയാൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ വടിയൊക്കെ സെറ്റാക്കി വെക്കണം. എന്നാൽ വേഗം വാ. അല്ലടി പിങ്കി, അപ്പോഴത്തേക്കും എല്ലാവരും പോയോ? ആ കള്ളൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ വീടിന്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ലേ? അപ്പോൾ നിങ്ങളുടെ പിന്നാലെ ഞാൻ അവിടെ വന്ന് നോക്കി. അപ്പോൾ നിങ്ങൾ അവിടെ ഇല്ലടി. നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ ഇങ്ങനെ അവിടെ ഉണ്ടാവുക? ഞങ്ങൾ ഇപ്പോൾ ഇവിടെയല്ലേ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ പോയില്ലേ? എവിടെ? അവിടെ അല്ല, ഇവിടെ. എന്ത്? അല്ല, എവിടെ? നിങ്ങളൊന്ന് ഭയം മൂടി നടക്കേ. എന്റെ